ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിൽ പരീക്ഷ. നീറ്റ് പൊതുപരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ. ഡൽഹി വിമാനത്താവള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാനിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 2020 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രി 8-ന്. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. കേരളത്തിൽ മഴയ്ക്ക് ശമനം. വാർത്തകൾ വിശദമായി. UGC നെറ്റ് പരീക്ഷയുടെ പുതുക്കിയ തീയതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നും ഇടയിലായിരിക്കും പരീക്ഷ നടത്തുന്നത്. ഈ മാസം 18-ന് നടന്ന പരീക്ഷയാണ് വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത്. ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം, PhD കോഴ്സുകളിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്കുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനുള്ള പരീക്ഷയാണ് UGC നെറ്റ്. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷ ജൂലൈ 25 മുതൽ 27 വരെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. 4 വർഷത്തെ ഇന്റഗ്രേറ്റഡ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷ ജൂലൈ 10-ന് നടക്കും. ഓൾ ഇന്ത്യ ആയുഷ് പോസ്റ്റ് ഗ്രാജുവേറ്റ് എൻട്രൻസ് പരീക്ഷ മുൻ നിശ്ചയിച്ച പ്രകാരം അടുത്ത മാസം 6-ന് നടക്കുമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ www.nta.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. നീറ്റ് പരീക്ഷയിൽ നിന്ന് ഒഴിവാക്കണമെന്നും 12ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ പ്രവേശനം അനുവദിക്കണമെന്നും ആവശ്യപ്പെടുന്ന പ്രമേയം തമിഴ്നാട് നിയമസഭ പാസാക്കി. മുഖ്യമന്ത്രി M.K. സ്റ്റാലിനാണ് പ്രമേയം അവതരിപ്പിച്ചത്. നീറ്റ് പരീക്ഷ നിലവിൽ വരുന്നതിനു മുൻപ് നിലനിന്നിരുന്ന രീതി തുടരണമെന്ന് പ്രമേയത്തിൽ പറയുന്നു. നീറ്റ് പരീക്ഷയിൽ ഇളവ് നൽകുന്നത് സംബന്ധിച്ച പ്രമേയം ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. നീറ്റ് പരീക്ഷാ ക്രമക്കേട് വിഷയത്തിൽ പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നലെ പ്രക്ഷുബ്ധമായി. ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം പ്രതിഷേധവുമായി നടുത്തളത്തിലിറങ്ങി. ബഹളത്തെ തുടർന്ന് സഭ 12 മണിവരെ നിർത്തിവച്ചു. പിന്നീട് സഭ വീണ്ടും സമ്മേളിക്കവെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി. അതേസമയം നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ രാജ്യസഭാ നടപടികളും പലതവണ തടസ്സപ്പെട്ടു. തുടർന്ന് രാജ്യസഭയിൽ രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച നടന്നു. ഇരുസഭകളും തിങ്കളാഴ്ച വീണ്ടും ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 111ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലയിലും AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും മൻ കി ബാത്ത് ലഭ്യമാകും. പ്രാദേശിക ഭാഷകളിലും പരിപാടി കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രക്ഷേപണ പരമ്പരയെ അടിസ്ഥാനമാക്കി ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരിയുടെ പ്രാഥമികതല മത്സരങ്ങൾ അടുത്ത മാസം 15-നുള്ളിൽ നടക്കും. നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കുന്നതിന് അവസരം ലഭിക്കും. ഡൽഹി വിമാനത്താവള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാനിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് കേന്ദ്ര വ്യോമയാന മന്ത്രി കിഞ്ചരാപ്പു റാം മോഹൻ നായിഡു. അപകടം വിലയിരുത്തി റിപ്പോർട്ട് നൽകാൻ IIT ഡൽഹിയിലെ സ്ട്രക്ചറൽ എഞ്ചിനീയർമാരോട് ആവശ്യപ്പെട്ടു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിക്കുകയും 4 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിശദാംശങ്ങളിലേക്ക്. ഡൽഹി വിമാനത്താവളത്തിന്റെ 1ാം ടെർമിനലിന്റെ മേൽക്കൂര ഇടിഞ്ഞു വീണ സാഹചര്യത്തിലാണ് കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം. ചെറുതും വലുതുമായ എല്ലാ വിമാനത്താവളങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാനായി സമഗ്ര പരിശോധന നടത്തി റിപ്പോർട്ട് വ്യോമയാന മന്ത്രാലയത്തിന് സമർപ്പിക്കാൻ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. യാത്രക്കാർക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വാർ റൂം സജ്ജമാക്കി. റദ്ദാക്കിയ വിമാന സർവീസുകളോട് ചാർജ് 7 ദിവസത്തിനുള്ളിൽ തിരികെ നൽകുമെന്നും ലഭ്യതയനുസരിച്ച് മറ്റ് വിമാനങ്ങളിൽ ടിക്കറ്റുകൾ നൽകുമെന്നും മന്ത്രാലയം അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി യാത്രക്കാർക്ക് ടെർമിനൽ 2-ലെ ഇൻഡിഗോ എയർലൈൻ ഹെൽപ്പ് ലൈൻ നമ്പറായ 7428738308-ലും ടെർമിനൽ 3-ലെ നമ്പറായ 7428748310-ലും ബന്ധപ്പെടാവുന്നതാണ്. സ്പൈസ് ജെറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ടെർമിനൽ 3-ലെ ഹെൽപ്പ് ലൈൻ നമ്പറായ 012449834110 എന്നിവയിലും ബന്ധപ്പെടാവുന്നതാണ്. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കശ്മീർ താഴ്വരയിലെ ശ്രീ അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്കുള്ള വാർഷിക തീർത്ഥാടനത്തിന് തുടക്കമായി. പഹൽഗാം,
ബാൽത്തൽ ബേസ് ക്യാമ്പുകളിൽ നിന്ന് ആരംഭിച്ച തീർത്ഥാടനം ഓഗസ്റ്റ് 19 സമാപിക്കും. 52 ദിവസം നീളുന്ന യാത്രയ്ക്കായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ജമ്മുവിലെ ഭഗവതി നഗർ ബേസ് ക്യാമ്പിൽ നിന്ന് ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയാണ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. തെലങ്കാനയിൽ രംഗറെഡ്ഡി ജില്ലയിലെ ഗ്ലാസ് ഫാക്ടറിയിലുണ്ടായ സ്ഫോടനത്തിൽ 5 പേർ മരിച്ചു. 14 പേർക്ക് പരിക്കേറ്റു. മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അപകടത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്താൻ എല്ലാ വകുപ്പുകളും യോജിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. വരും ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അടുത്ത 2 ദിവസങ്ങളിൽ മധ്യ-കിഴക്കൻ മേഖലയിലും അടുത്ത 4 ദിവസങ്ങളിൽ വടക്ക് കിഴക്കൻ മേഖലയിലും കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ രാജസ്ഥാന്റെയും ഹരിയാനയുടെയും ഉത്തർപ്രദേശിന്റെയും ചില ഭാഗങ്ങളിലും ഡൽഹിയിലും കൂടുതൽ മുന്നേറിയതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കേരളത്തിൽ മഴയ്ക്ക് നേരിയ ശമനം. ഇന്ന് ഒരു ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമില്ല. കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരെ തെരഞ്ഞെടുക്കുന്നതിനായി സെർച്ച് കമ്മിറ്റി രൂപീകരിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. കേരള, MG, കുഫോസ്, KTU, KAU, മലയാളം സർവകലാശാലകളിലാണ് VC നിയമനത്തിൽ സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണറുടെ നടപടി. 2020 പുരുഷ ലോകകപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കളെ ഇന്നറിയാം. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം രാത്രി 8 മണിക്ക്. വിശദാംശങ്ങളിലേക്ക്. തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ തീപാറും പോരാട്ടത്തിലാണ് ഇന്ന് ബാർബഡോസിലെ കെൻസിംഗ്ടൺ ഓവൽ സാക്ഷിയാവുക. ഈ ലോകകപ്പിൽ ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും അപരാജിതരായാണ് മുന്നേറിയത്. വിജയ തുടർച്ചയൊരുക്കി കിരീടത്തിൽ മുത്തമിടാൻ ഇരു ടീമുകളും ബാറ്റിംഗ് വെടിക്കെട്ടിന് ശ്രമിക്കുമെന്ന് തീർച്ച. അട്ടിമറിയിലൂടെ ടൂർണമെന്റിലെ കറുത്ത കുതിരകളായി മാറിയ അഫ്ഗാനിസ്ഥാനെ തുരത്തിയാണ് ദക്ഷിണാഫ്രിക്കയുടെ വരവെങ്കിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ തകർത്തെറിഞ്ഞാണ് ഇന്ത്യയുടെ കുതിപ്പ്. ഇന്ത്യയുടെ 3ാം 2020 ഫൈനലാണിത്. ദക്ഷിണാഫ്രിക്ക ഇതാദ്യമായാണ് 2020 ലോകകപ്പിന്റെ കലാശപ്പോരിന് അർഹത നേടുന്നത്. 2007 2020യുടെ ആദ്യ പതിപ്പിൽ കിരീടം നേടിയതിനു ശേഷം 2014 ഇന്ത്യ ഫൈനലെത്തിയെങ്കിലും ശ്രീലങ്കയോട് പരാജയപ്പെടുകയായിരുന്നു. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നിങ്ങൾ കേട്ടത്. ചെന്നൈയിൽ നടക്കുന്ന വനിതാ ക്രിക്കറ്റിൽ ടെസ്റ്റ് മത്സരത്തിന്റെ 2ാം ദിനമായ ഇന്ന് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 1ാം ഇന്നിംഗ്സിൽ ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 525 എന്ന സ്കോറിൽ കളി പുനരാരംഭിക്കും. ആദ്യ ദിനം ബാറ്റ് ചെയ്ത ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും വനിതാ ടെസ്റ്റ് ക്രിക്കറ്റിലെ എക്കാലത്തെയും ഉയർന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടായ 292 റൺസ് എന്ന റെക്കോർഡിലെത്തി. ഇതോടെയാണ് ഇന്നലെ മത്സരം നിർത്തുമ്പോൾ 4 വിക്കറ്റ് നഷ്ടത്തിൽ 525 റൺസ് എന്ന നിലയിൽ ഇന്ത്യ എത്തിയത്. ഇന്തോനേഷ്യയിൽ നടക്കുന്ന ബാഡ്മിന്റൺ ഏഷ്യ ജൂനിയർ മിക്സഡ് ടീം ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയ്ക്ക് വിജയത്തുടക്കം. ഗ്രൂപ്പ് സി വിഭാഗത്തിൽ വിയറ്റ്നാമിനെ 5-0 ഇന്ത്യ പരാജയപ്പെടുത്തിയത്. വനിതാ ഡബിൾസിലെ 2ാം റൌണ്ടിൽ ഇന്ത്യ ഇന്ന് ഫിലിപ്പീൻസുമായി ഏറ്റുമുട്ടും. ഏഷ്യൻ ഗെയിംസിൽ യോഗ ഉൾപ്പെടുത്താനുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ PT ഉഷയുടെ തീരുമാനത്തെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സ്വാഗതം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ യോഗയെ കായിക ഇനമായി ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം പരിഗണിക്കാൻ IOA പ്രസിഡന്റ് അടുത്തിടെ ഒളിമ്പിക് കൌൺസിൽ ഓഫ് ഏഷ്യ പ്രസിഡന്റ് രാജ രൺധീർ സിംഗിന് കത്തെഴുതിയിരുന്നു. യോഗയെ ജനപ്രിയമാക്കുന്നതിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്നും ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ യോഗ ഒരു മത്സര കായിക ഇനമായി ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ ലക്ഷ്യത്തിന് വിജയകരമായി തുടക്കമിട്ടെന്നും മാണ്ഡവ്യ പറഞ്ഞു. ഇറാനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കഴിഞ്ഞ മാസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്നലെ വൈകിട്ടോടെ പൂർത്തിയാകാനിരുന്ന വോട്ടെടുപ്പാണ് അർദ്ധരാത്രി വരെ നീണ്ടത്. 4 സ്ഥാനാർത്ഥികളാണ് പ്രധാനമായും മത്സരരംഗത്തുള്ളത്. 95-ലധികം സംസ്ഥാനങ്ങളിലായി 59,000-ഓളം പോളിംഗ് സ്റ്റേഷനുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. മംഗോളിയയിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ മംഗോളിയൻ പീപ്പിൾസ് പാർട്ടിക്ക് ജയം. പ്രാഥമിക ഫലം അനുസരിച്ച് 126 സീറ്റുകളിൽ 68ലും MPP വിജയിച്ചു. പേപ്പർ ബാലറ്റുകൾ കൂടി എണ്ണിയ ശേഷമേ ഔദ്യോഗിക ഫലം പ്രഖ്യാപിക്കും. കരിങ്കടലിന് മുകളിൽ US ഡ്രോൺ വിമാനങ്ങൾ പറക്കുന്നതായി കണ്ടെത്തിയതിൽ പ്രതികരണവുമായി റഷ്യ. ഇത്തരം നീക്കങ്ങൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിന് കാരണമാകുമെന്ന് റഷ്യ മുന്നറിയിപ്പ് നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. റദ്ദാക്കിയ UGC നെറ്റ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഓഗസ്റ്റ് 21-നും സെപ്റ്റംബർ 4-നുമിടയിൽ പരീക്ഷ നടക്കും. നീറ്റ് പൊതുപരീക്ഷയിൽ നിന്ന് തമിഴ്നാടിനെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. ഡൽഹി വിമാനത്താവള അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ യാത്രാ നിരക്കുകൾ കൂട്ടരുതെന്ന് വിമാന കമ്പനികളോട് നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 2020 പുരുഷ ലോകകപ്പിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഫൈനൽ പോരാട്ടം ഇന്ന് രാത്രി 8-ന്. വരും ദിവസങ്ങളിൽ രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ്. കേരളത്തിൽ മഴയ്ക്ക് ശമനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.